ഞങ്ങളിപ്പോൾ കേസിലെ പ്രതിയാണോ അല്ലേ എന്നുള്ളത് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത എഗ്രിമെൻറ്റുകളൊക്കെ തന്നെ കണ്ടുപിടിച്ച് അതൊക്കെ തന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്, പുതുക്കുന്നുണ്ട്. ഒരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഡെപ്യൂട്ടി മേയറുടെയും ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ കടൽ പോലെ കിടക്കുന്നത് കൊണ്ടും നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നോൺ ടാക്സിനൊക്കെ തന്നെ ഇത് എവിടേക്കാണ് കിടക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് രേഖകളൊക്കെ കുറേ ഓൺലൈനിലുണ്ട്, കുറേ രേഖകൾ ഫിസിക്കലാണ്. ഇതൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നതിൻ്റെ സമയമെടുക്കും. പക്ഷേ ശ്രദ്ധയിൽ വരുന്നതൊക്കെ തന്നെ വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത ദിവസം പറയാം, ചില ലേലങ്ങൾ ഒന്നുകൂടി പുനഃക്രമീകരിച്ചപ്പോഴേക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഒരൊറ്റ ലേലത്തിൽ തന്നെ കോർപ്പറേഷന് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. 120% വർധനവയാണ് ഒരു ലേലത്തിൽ കിട്ടിയിരിക്കുന്നത്. 120% വർധനവ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. കുറച്ചുകൂടി വ്യക്തമായ ശേഷം മാധ്യമങ്ങളോട് പറയാം. ചീഫ് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗം വിളിക്കുവാനും ആ സ്മാർട്ട് സിറ്റി യോഗത്തിൽ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കുവാനും ആവശ്യപ്പെടും, രേഖാമൂലം ആവശ്യപ്പെടും.